അപ്പോൾ ജനമുള്ള ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പനിയും കഫക്കെട്ടും ചുമക്കെ കൂടുതലായിട്ട് അപ്പോൾ ഡോക്ടറെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീട്ടിലാളില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ 2 നേരം ഇഞ്ചക്ഷനും ആവിയും പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ അത് മിനിഞ്ഞാന്ന് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇന്ന് കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നിട്ട് അന്ന്. അപ്പോൾ 2 ദിവസമായി ഇപ്പം. ഇനിയിപ്പോൾ ഇന്ന് കാണിച്ചാൽ കുറവുണ്ടെങ്കിൽ ഇപ്പം ഇഞ്ചക്ഷനൊക്കെ ഒഴിവാക്കും. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറവില്ല, അഡ്മിറ്റ് തന്നെ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 3 ദിവസം കൂടെ ഇഞ്ചക്ഷനും ആവിയും പിടിക്കണം, അത് കുറവില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടാം. അപ്പോൾ അവിടെ നിന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ച് പിന്നെ അതേപോലെ 2 നേരം അവിടെ ആവി പിടിച്ച് അങ്ങനെ വീട്ടിലെത്തിയതാ മരുന്നും കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ കുപ്പിമരുന്ന് ഇത് കൂടാതെ വേറെ തന്നെ 3-4 ഐറ്റം കുപ്പിമരുന്നുണ്ട്. ഇന്ന് പിന്നെ എക്സ്ട്രാ ഒരു കുപ്പിമരുന്നും കൂടി എഴുതിയിരിക്കണം കേട്ടോ, കുറവില്ല എന്ന് കണ്ടപ്പം. അപ്പോൾ ഇത്രയും സിറിഞ്ചും ഇഞ്ചക്ഷൻ്റെ മരുന്നുകളും വന്നിട്ടത്. ഇനിയിപ്പോൾ ഞായറാഴ്ച രാവിലെ വരെ ഉണ്ട് ഇത് അടിക്കാൻ. അപ്പോൾ അത് വരേക്കുള്ള മരുന്നും ഇഞ്ചക്ഷൻ്റെ മരുന്നും സിറിഞ്ചൊക്കെ വാങ്ങിയതാണ്. അപ്പം ഇപ്പം നമ്മളിത് അടിക്കൽ ഇനിയിപ്പോൾ ഇവിടെ നമ്മളടുത്ത് ഇവിടെ ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ ആ ക്ലിനിക്കിൽ പോയിട്ടാണ് കേട്ടോ രാവിലെയും രാത്രിയും അടിക്കണത്. ഇപ്പം ഇന്നത്തെ രാവിലത്തെ അടിക്കൽ അവിടെ നിന്ന് അടിച്ച് ഇനിയിപ്പോൾ രാത്രി കടയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയി അടിക്കൽ. ഇപ്പോൾ ഇതാ മരുന്നുകൾ ഇത്രയും പൂരം മരുന്നാണ്. എന്നിട്ട് ഇപ്പോൾ 2 ദിവസം മരുന്നൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു കുറവും ഇല്ല. ഇനിയിപ്പോൾ 3 ദിവസം കൂടെ അങ്ങനെ 5 ദിവസം ഇപ്പോൾ കണക്കായി.